വ്ളാഡിമിർ പുടിൻ കൊല്ലപ്പെടുമെന്ന പ്രചാരണം ഉക്രൈനിൽ ഇപ്പോൾ ശക്തമാണ്. ഉക്രൈനിലെ സോഷ്യൽ മീഡിയകൾ വഴി ഈ പ്രചാരണത്തിന് പതിവിലും കൂടുതൽ സ്വീകാര്യവും ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് അവിടങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടത്തുകാരിൽ വിശ്വസിപ്പിക്കുന്ന ചില കുതന്ത്രമാണ്. ഇത് സ്ഥിരീകരിക്കുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ റഷ്യയിലും മോസ്കോയിലുമൊക്കെ അരങ്ങേറുകയുണ്ടായി. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യുദ്ധത്തിനിടെ പ്രഖ്യാപിച്ച നിർണായകമായ ഒരു കാര്യമാണ് ഇനി യുദ്ധം റഷ്യൻ മണ്ണിലാണ് എന്ന്. അധികം കഴിഞ്ഞില്ല, റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശത്തിലൂടെ ആയിരക്കണക്കിന് ഉക്രൈൻ സൈന്യം വൻ സന്നാഹത്തോടെ റഷ്യൻ മണ്ണിൽ കുതിച്ചു കയറുകയും റഷ്യക്കെതിരെ രൂക്ഷമായ ആക്രമണങ്ങളും നടത്തി. ഇപ്പോൾ ഇവരെ ഒഴിപ്പിക്കുവാനുള്ള ഭഗീര ശ്രമത്തിലാണ് റഷ്യ. കഴിഞ്ഞ ആഴ്ച റഷ്യൻ കരിങ്കടൽ കപ്പലിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ കാറിൽ സഞ്ചരിക്കവേ സേവസ്റ്റപോൾ എന്ന നഗരത്തിലെ നടു റോഡിൽ വെച്ച് പൊടുന്നനെ ആ കാർ പൊട്ടിത്തെറിച്ചു. ഈ ആക്രമണത്തിൻ്റെ പ്രധാന കാരണം നുഴഞ്ഞു കയറിയ ഉക്രൈനികൾ ഒരു സൂചനയായി റഷ്യക്ക് നൽകിയതാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി റഷ്യൻ മണ്ണിൽ നിങ്ങൾക്ക് കാണാം എന്നാണ് ആ സൂചനയിലൂടെ ഉക്രൈൻ റഷ്യയോട് പറയുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് അതിൽ നിന്നൊരു സ്ത്രീയെയും സ്ഫോടക വസ്തു സ്ഥാപിക്കുകയും സ്ഫോടനം നടത്തുകയും ചെയ്ത ഒരു പുരുഷനെയും SFB കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. SFB എന്നാൽ റഷ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. കാറ് പൊട്ടിത്തെറിക്കുന്നതിൻ്റെയും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ആക്രമണത്തിന് പിന്നിൽ ഉക്രൈനാണെന്ന് റഷ്യ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഉക്രൈനിയൻ കേണൽ യുറി മുരലിയോവാണ് കൊലപാതകത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനെന്നാണ് റഷ്യൻ ഏജൻസി പറയുന്നത്. ഉക്രൈനിയൻ സെക്യൂരിറ്റി സർവീസിൻ്റെ അഥവാ SBU കൗണ്ടർ ഇൻ്റലിജൻസ് വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് മുരിലിയോവ്. ഡെപ്യൂട്ടി ഹെഡ് ജനറൽ മേജർ അലക്സാണ്ടർ പൊക്ട്രാഡിൻ്റെ കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് മുരിലിയോവ് എന്നും അവർ പറയുന്നുണ്ട്. സംഭവം ഇങ്ങനെ: ക്രിമിലിയർ പെനിൻസുലയിൽ സ്ഥിതി ചെയ്യുന്ന സെവാസ്റ്റോപോൾ റഷ്യൻ കരിങ്കടൽ കപ്പലിൻ്റെ ആസ്ഥാനമാണ്. FSB പറയുന്നതനുസരിച്ച് ട്രാങ്കോവ്സ്കി അഥവാ കൊല്ലപ്പെട്ട നാവികൻ ജോലിക്ക് പോകുമ്പോൾ വാഹനത്തിനടിയിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുന്നു. ട്രാങ്കോവ്സ്കിയുടെ കാറ് ട്രാക്ക് ചെയ്യുക എന്നതായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയുടെ പ്രധാനപ്പെട്ട ജോലി. പ്രതിയായ പുരുഷൻ സ്ത്രീ നൽകിയ നിർദ്ദേശപ്രകാരം കെണിയൊരുക്കി കാത്തിരുന്നു. റിമോട്ട് ട്രിഗറിൻ്റെ സ്ഥാനവും പ്രതിയുടെ ഹാൻഡ്ലറുമായി ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ച ഫോണും ഉൾപ്പെടെയുള്ള പ്ലോട്ടിൻ്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി. ഇത്തരം അക്രമശൈലി സാധാരണ ഉപയോഗിച്ചു വരുന്നത് പുടിൻ തന്നെയാണ്. പുടിൻ്റെ ചരിത്രത്തിൽ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ ഇത്തരം ധാരാളം ശ്രമങ്ങൾ നടത്തിയതായിട്ട് തന്നെ കാണാം. ഏറ്റവും ഒടുവിൽ വാഗ്നർ ഗ്രൂപ്പ് തലവൻ ദുരൂഹ സാഹചര്യത്തിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതുപോലും ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. പാശ്ചാത്യ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കീവിൽ 2014 സായുധ അട്ടിമറിക്ക് ശേഷം അതിൻ്റെ രഹസ്യ സേവനങ്ങൾ ആരംഭിച്ച ഒരു ഭരണകൂട പിന്തുണയുള്ള കൊലപാതക പരിപാടി ഉക്രൈനുണ്ട് എന്ന റിപ്പോർട്ടുകൾ നിലവിലുണ്ട്. ഉക്രൈനിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങളിലെല്ലാം പുടിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളുമാണ്. ഈ മുഹൂർത്തത്തിനായി കാത്തിരിക്കൂ എന്നൊക്കെയാണ് ഉക്രൈനിൽ പരക്കുന്ന സന്ദേശങ്ങൾ. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വലയത്തിനുള്ളിൽ ജീവിക്കുന്ന പുടിനെ പൂട്ടാൻ ഉക്രൈന് എങ്ങനെ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആക്രമണ ഭീതിയുള്ളതിനാൽ വിദേശയാത്രകൾ പോലും വളരെ വിരളമായിട്ട് മാത്രമാണ് പുടിൻ നടത്താറുള്ളത്. മാത്രവുമല്ല, മോസ്കോ ലക്ഷ്യം വെച്ച് സർവ്വസജ്ജമായി ടാങ്കുകളും കവചിത വാഹനങ്ങളും ഒക്കെയായി വന്ന തൻ്റെ പഴയ ആത്മസുഹൃത്തു കൂടിയായിരുന്ന വാഗ്നർ സേനാ തലവനെ കൊലപ്പെടുത്തിയ ശേഷം, അഥവാ കൊലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്, അതിൽ ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട്. ആ വാഗ്നർ സേന ഇപ്പോഴും റഷ്യൻ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ്. ആ സൈന്യത്തിൽ അഥവാ വാഗ്നർ സേനാ തലവൻ കൊല്ലപ്പെട്ടിട്ട് പോലും ഒരാൾ പോലും ഇപ്പോഴും ഒരു ചെറു സംശയം പോലും അല്ലെങ്കിൽ എതിരഭിപ്രായം പോലും ഇതേക്കുറിച്ച് പുടിനെതിരെ പറഞ്ഞിട്ടില്ല എന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഏത് സംവിധാനത്തിനകത്തും അതിശക്തമായ നിരീക്ഷണ വലയങ്ങളുള്ള ആൾ കൂടിയാണ് പുടിൻ എന്നതാണ്. ഇവരെ മറികടന്ന് ഉക്രൈന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. പിന്നെ ഉക്രൈൻ ഇത്തരം പ്രചാരണം നടത്തുന്നതിന് പിന്നിൽ എന്ത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം
അവർ അവരുടെ പദ്ധതികൾക്കായി തുടക്കമിടുന്നു എന്നതാണ് ഈ സ്ഫോടനം വഴി അവർ നൽകുന്ന സൂചനകൾ പോലും. അതേസമയം മോസ്കോയിലേക്ക് അമേരിക്കൻ മിസൈൽ പ്രയോഗിക്കുവാനുള്ള ബൈഡന്റെ തീരുമാനത്തിനെതിരെ മോസ്കോ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിട്ടുണ്ട്. വൈറ്റ് ഹൗസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പുറത്തു വന്ന വാർത്തയെ ആധാരമാക്കി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഏതൊരു നീക്കവും സംഘർഷത്തിൻ്റെ സത്യയെയും സ്വഭാവത്തെയും സമൂലമായി മാറ്റുമെന്നാണ് മന്ത്രാലയ വക്താവ് മരിയ സഖറോവ പറഞ്ഞിരിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.